ഏവർക്കും തിങ്ക് ടോണിക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ 8th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ കെമിസ്ട്രി ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ കെമിസ്ട്രി ഓഫ് ചേഞ്ചസ്, മാറ്റങ്ങളുടെ രസതന്ത്രം, അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചായിരുന്നു? മാറ്റർ എന്താണെന്നും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചേഞ്ചസ് എന്തൊക്കെയാണെന്നും ഫിസിക്കൽ ചേഞ്ചസ്, കെമിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്നും സബ്ലിമേഷൻ എന്തൊക്കെയാണെന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. നമുക്കിന്ന് പഠിക്കാനുള്ളത് നോക്കാം. എന്താണ് കെമിക്കൽ ചേഞ്ചസ് ആൻഡ് എനർജി ചേഞ്ചസ്? രാസമാറ്റങ്ങളും ഊർജമാറ്റവും. ഇതിലാണ് കെമിക്കൽ ചേഞ്ചസിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നത്. നോക്കുക, പ്ലേസ് സം കെമിക്കൽ ചേഞ്ചസ് ആൻഡ് എനർജി ചേഞ്ചസ്, രാസമാറ്റങ്ങളും ഊർജമാറ്റവും. പ്ലേസ് സം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റൽസ് ഓൺ എ ടൈൽ ആൻഡ് pour ഗ്ലിസറിൻ ഇൻ ദ മിഡിൽ. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ. അതായത് എന്തോന്നാണ്, ഒരു ടൈലിന് മുകളിലായി അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ വച്ച ശേഷം അതിന്റെ നടുവിലായി അല്പം ഗ്ലിസറിൻ ഒഴിക്കുക. എന്നിട്ട് നിരീക്ഷിച്ചു നോക്കാനാണ്. എന്ത് സംഭവിക്കും? ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റില് ഗ്ലിസറിൻ ഒഴിക്കുമ്പോഴത്തേക്ക് അത് ഒന്ന് ആളിക്കത്ത്, ഒരു ഓറഞ്ച് നിറത്തോടു കൂടി കത്തി ഒരു പുതിയ വസ്തു ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈസ് ദ കളർ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് സെയിം ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ റിയാക്ഷൻ? പ്രവർത്തന ശേഷം പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ നിറം തുടക്കത്തിലേതുപോലെ തന്നെയാണോ? ആണോ? അല്ല. നോ. ആണോ? അല്ല. പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ നിറം എന്ന് പറയുന്നത് എന്തോന്നാണ്? ഡാർക്ക് വയലറ്റ് കളറാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഓക്കെ, അപ്പോൾ അത് കത്തിക്കഴിയുമ്പോഴത്തേക്ക് ആ ഗ്ലിസറിനുമായിട്ട് പ്രവർത്തിക്കുമ്പോഴത്തേക്ക് ഒരു ഓറഞ്ച് നിറത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? അതത്രയും. ഇവിടെ എന്താന്ന് എഴുതാം? ആണോ? അല്ല. പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ നിറം എന്തോന്നാണ്? ഡാർക്ക് വയലറ്റ് കളറാണ്. അപ്പോൾ അതൊരു പ്രവർത്തനം. ഇനി വേറെ ഒന്ന് പറയാണ്, വേറൊരു എക്സാമ്പിൾ പറയാണ്. ടേക്ക് വാട്ടർ ഇൻ 2 beakers ആൻഡ് ആഡ് 2 or 3 crystals ഓഫ് ഫ്രഷ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് into one of them. Add 2 or 3 crystals of the product obtained in the second beaker. Record the difference. അപ്പൊ 2 ബീക്കറുകളിൽ ജലമെടുത്ത് ഒന്നിൽ പ്രവർത്തനത്തിന് മുമ്പുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ 2-3 തരിയും അടുത്തതിൽ പ്രവർത്തന ശേഷം ലഭിച്ച ഉൽപ്പന്നത്തിന്റെ 2-3 തരിയും ചേർക്കുക. വ്യത്യാസം രേഖപ്പെടുത്തുക. അപ്പൊ വെള്ളത്തിലെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇടുമ്പോഴത്തേക്ക് അതെന്തായി മാറും? അതൊരു പിങ്ക് നിറമായിട്ട് മാറും. എന്താണ്? എന്ത് നിറമാണ് ഉണ്ടാകുന്നത്? അവിടെ ഒരു പിങ്ക് നിറമാണ് ഉണ്ടാകുന്നത്. ഈ പ്രവർത്തനത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് പുതിയ പദാർത്ഥം ഉണ്ടായെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ എന്താണ്, അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഒരു കെമിക്കൽ ചേഞ്ച് ആണ് ഉണ്ടാകുന്നത്, അല്ലേ? പുതിയൊരു പദാർത്ഥം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് രാസമാറ്റമാണോ ഭൗതിക മാറ്റമാണോ? ഏതാണ്? രാസമാറ്റമാണ്. ഏതാണ്? കെമിക്കൽ ചേഞ്ച് ആണ് ഉണ്ടാകുന്നത്. ദ സബ്സ്റ്റൻസസ് വിച്ച് ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻസ് ആർ നോൺ ആസ് റിയാക്ടൻസ് ആൻഡ് ദ സബ്സ്റ്റൻസ് ഫോംഡ് ആർ നോൺ ആസ് പ്രോഡക്ട്സ്. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ എന്തോന്ന് പറയുന്നു? അഭികാരകങ്ങൾ എന്ന് പറയുന്നു. പുതുതായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾ ഉൽപ്പന്നം എന്ന് പറയുന്നു. നമ്മൾ ആദ്യത്തെ എക്സ്പെരിമെന്റിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗ്ലിസറിനുമാണ് ആദ്യം പ്രവർത്തനത്തിനായിട്ട് എടുത്തത്. ആ സബ്സ്റ്റൻസിന് എന്തോന്ന് പറയും? റിയാക്റ്റൻസ് എന്ന് പറയും. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ റിയാക്റ്റൻസ് എന്ന് പറയും. അവയുടെ പ്രവർത്തന ഫലമായി നമുക്ക് കിട്ടുന്ന എന്തോ പദാർത്ഥമാണ്, അതാണ് എന്തോന്ന് പറയുക? ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ എന്താണ് അഭികാരകങ്ങളെന്നും എന്താണ് ഉൽപ്പന്നങ്ങളെന്നും മനസ്സിലായ? ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ അഭികാരകങ്ങളെന്നും അതിന്റെ ഫലമായി നമുക്ക് ലഭിക്കുന്നവയെ ഉൽപ്പന്നങ്ങളെന്നും പറയുന്നു. ആദ്യത്തേതിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഗ്ലിസറിനുമാണ് എന്തോന്ന്? റിയാക്റ്റൻസ്. രണ്ടാമത്തേതിൽ എന്തോന്നാണ്? വാട്ടറും പൊട്ടാസ്യം പെർമാംഗനേറ്റും ആണ് റിയാക്റ്റൻസ്. അതിനുശേഷം കിട്ടുന്ന ആ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന കിട്ടുന്ന വസ്തുവാണ് അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എന്തോന്ന് പറയുന്നത്? ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് തെർമോ കെമിക്കൽ റിയാക്ഷൻസ്, താപരാസ പ്രവർത്തനങ്ങൾ.
താപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാസപ്രവർത്തനങ്ങളാണ്. താപം എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂട്, തെർമോ, താപം. Okay, take a piece of magnesium in a test tube and add dilute hydrochloric acid into it. ഇതൊരു എക്സ്പെരിമെന്റ് ആണ്. എന്തോന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു കഷ്ണം മെഗ്നീഷ്യം എടുത്ത് നേർപ്പിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കാനാണ്. അപ്പോൾ മെഗ്നീഷ്യം എന്ന് പറയുന്ന ഈ അലുമിനിയം പോലെയൊക്കെയുള്ള ഒരു എലിമെന്റ്സ് ആണ്. അതിൽ എന്തോന്നാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? അത് പതഞ്ഞു പൊങ്ങി ഒരു ഗ്യാസ് പുറത്തേക്ക് വരും. അത് ഇതൊഴിക്കുമ്പോഴത്തേക്ക് മൊത്തത്തിൽ പതഞ്ഞു പൊങ്ങി വരും. ഹൗ വിൽ യു ഐഡന്റിഫൈ ദ ഗ്യാസ് ഫോംഡ് ഹിയർ? ഇവിടെ ഉണ്ടായ വാതകത്തെ എങ്ങനെ തിരിച്ചറിയാം? ഇഫ് എ ബേണിംഗ് മാച്ച് സ്റ്റിക്ക് ഈസ് ബ്രോട്ട് നിയർ ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്, ദ ഗ്യാസ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. കത്തിച്ച ഒരു തീപ്പെട്ടിക്കോല് ടെസ്റ്റ് ട്യൂബിന്റെ വായ്ഭാഗത്ത് കൊണ്ടുവന്നാൽ വാതകം ടപ്പ് എന്ന ശബ്ദത്തോടെ, പോപ്പ് സൗണ്ടോട് കൂടി കത്തുന്നു. അപ്പോൾ പോപ്പ് സൗണ്ടോട് കൂടി കത്തുകയാണെങ്കിൽ അതെന്താണ് വാതകം? എന്താണ്? ഏത് ഗ്യാസ് ആണ് അത്? ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഹൗ ഡു യു ഐഡന്റിഫൈ ദ ഗ്യാസ് ഫോംഡ് ഹിയർ? വാതകത്തെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? ഇഫ് എ ബേണിംഗ് മാച്ച് സ്റ്റിക്ക് ഈസ് ബ്രോട്ട് നിയർ ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്, ദ ഗ്യാസ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. ഉണ്ടാകുന്ന ഗ്യാസ് ഒരു പോപ്പ് സൗണ്ടോട് കൂടി കത്തുന്നു. അതെന്തുകൊണ്ട്? ഹൈഡ്രജൻ ആയതുകൊണ്ടാണ് അങ്ങനെ കത്തുന്നത്. വിച്ച് ഈസ് ദിസ് ഗ്യാസ്? അപ്പൊ ഇത് ഏത് ഗ്യാസ് ആണിത്? ഏതാണ് വാതകം? ഹൈഡ്രജൻ. ഓക്കെ. When magnesium reacts with dilute hydrochloric acid, hydrogen gas is formed. ഇതിന് എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? മെഗ്നീഷ്യം ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി റിയാക്ട് ചെയ്ത് എന്തോന്ന് ഫോം ചെയ്യുന്നു? ഹൈഡ്രജൻ ഫോം ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയോ? മെഗ്നീഷ്യം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. ഓക്കെ. അറ്റ് ദ ബോട്ടം ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്, വാട്ട് ഡു യു ഫീൽ? ഈ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം അതിന്റെ ടെസ്റ്റ് ട്യൂബിന്റെ താഴ്ഭാഗം ടച്ച് ചെയ്യാൻ, തൊട്ടു നോക്കാനാണ്. എന്തനുഭവപ്പെടുന്നു? എന്താണ്? ആസ് എ റിസൾട്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഹീറ്റ് ഈസ് ആൾസോ പ്രൊഡ്യൂസ്ഡ്. എന്തോന്നാണ്? ഒരു ചൂട് നമുക്ക് അതിന്റെ താഴ്ഭാഗത്ത്, ടെസ്റ്റ് ട്യൂബിന്റെ താഴ്ഭാഗത്ത് തൊടുമ്പോഴത്തേക്ക് ഒരു ചൂട് അനുഭവപ്പെടും. അവിടെ എന്താണ് ഉണ്ടാവുന്നത്? അപ്പോൾ ഒരു ഹൈഡ്രജൻ വാതകത്തോടൊപ്പം ചൂടും ഉണ്ടാകുകയാണ് ചെയ്യുന്നത്, താപവും ഉണ്ടാകുന്നു. ആസ് എ റിസൾട്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഹീറ്റ് ഈസ് ആൾസോ പ്രൊഡ്യൂസ്ഡ് എലോങ് വിത്ത് ഹൈഡ്രജൻ. റൈറ്റ്. പ്രവർത്തന ഫലമായി ഉണ്ടായ ഹൈഡ്രജനോടൊപ്പം താപവും പുറത്തു വന്നല്ലോ. യെസ്, താപവും പുറത്തു വന്നു. മനസ്സിലായ? അപ്പോൾ ആദ്യം എന്താണ്? ഒരു പീസ് ഓഫ് മാഗ്നീഷ്യത്തിന്റെ കൂടെ ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? പതഞ്ഞു പൊങ്ങി ഒരു ഗ്യാസ് പുറത്തേക്ക് വരുന്നു. ആ ഗ്യാസ് എന്തോന്നാണ്? ഹൈഡ്രജൻ ആണ്. അതിനോടൊപ്പം തന്നെ ആ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ആ ടെസ്റ്റ് ട്യൂബ് നമ്മൾ തൊട്ട് നോക്കുകയാണെങ്കിൽ ഒരു ചൂടും അനുഭവപ്പെടുന്നു. അപ്പോൾ ഹൈഡ്രജനും ഫോം ചെയ്യുന്നു, അവിടെ ഒരു ഹീറ്റും ഫോം ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ഹൈഡ്രജനും ഫോം ചെയ്യുന്നു, അവിടെ ഒരു ഹീറ്റും ഫോം ചെയ്യുന്നു. വാട്ട് ആർ ദ റിയാക്റ്റൻസ് ഓഫ് ദിസ് റിയാക്ഷൻ? ഈ പ്രവർത്തനത്തിലെ അഭികാരകങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞാൽ? ഏതൊക്കെയാണ്? മെഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് റിയാക്റ്റൻസ്? രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന വസ്തുക്കളാണ് അതിന്റെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. അഭികാരകങ്ങൾ എന്ന് പറയുന്നത് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. ഇത് ഏതൊക്കെയാണ്? മെഗ്നീഷ്യവും ഡൈലൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെയാണ് ചേരുന്നത്. അതാണ് എന്തോന്ന്? റിയാക്റ്റൻസ്. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എന്തൊക്കെയാണ്? പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? അവസാനം ലഭിക്കുന്ന എന്തോന്നാണ്? ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യും, ചൂടും അനുഭവപ്പെടും, താപവും. അപ്പോൾ പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഹീറ്റും. റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? മെഗ്നീഷ്യം ആൻഡ് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അഭികാരകങ്ങൾ ഏതൊക്കെയാണ്? മെഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും. പിന്നെ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജനും താപവും, ഹീറ്റും. ഓക്കെ. ഇനി അടുത്ത് വേറൊരു എക്സ്പെരിമെന്റ് പറഞ്ഞിരിക്കുകയാണ്. ടേക്ക് ക്വിക്ക് ലൈം ഇൻ എ സ്റ്റീൽ കപ്പ്, ആഡ് സം വാട്ടർ ഇൻടു ഇറ്റ്, ടച്ച് ദ കപ്പ് ആഫ്റ്റർ സം ടൈം, വാട്ട് ഡു യു ഫീൽ? അതായത് ഒരു സ്റ്റീൽ കപ്പിൽ നീറ്റുകക്ക എടുക്കുക, അതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കുറച്ച് സമയത്തിന് ശേഷം കപ്പ് സ്പർശിച്ചു നോക്കുക. നീറ്റുകക്കയിൽ വെള്ളം ചേർക്കുമ്പോഴത്തേക്ക് അതെന്തോന്നായിട്ട് മാറും? സ്ലാക്കഡ് ലൈമായിട്ട് മാറും, ചുണ്ണാമ്പായിട്ട് മാറും.
ആ പ്രവർത്തനം നടക്കുന്ന ആ പാത്രത്തിൽ നല്ല ചൂട് ഉണ്ടാകും. അപ്പോൾ അതിവിടെ എന്തും കൂടെ ഫോം ചെയ്യാണ്, ഹീറ്റും കൂടെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു രാസപ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. കെമിക്കൽ റിയാക്ഷൻ എന്താ, ക്വിക്ക് ലൈം പ്ലസ് വാട്ടർ ഗീസ് ഏതൊക്കെയാണ്, സ്ലാക്കഡ് ലൈം പ്ലസ് എന്താണ് ഉണ്ടാകുന്നത്, ഹീറ്റും ഉണ്ടാകുന്നു, ചുണ്ണാമ്പും താപവും ഉണ്ടാകുന്നു. നീറ്റുകക്ക ജലവുമായി പ്രവർത്തിച്ച് ചുണ്ണാമ്പും താപവും ഉണ്ടാകുന്നു. അപ്പോൾ എന്തോന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, if heat is liberated as a result of a chemical reaction, such reactions are called exothermic reaction. അപ്പൊ എന്താണ് എക്സോതെർമിക് റിയാക്ഷൻ ഓർ താപമോചക പ്രവർത്തനം? ഒരു രാസപ്രവർത്തനത്തിന്റെ ഫലമായി താപം പുറത്തുവിടുന്നു എങ്കിൽ അത്തരം പ്രവർത്തനങ്ങളെ താപമോചക പ്രവർത്തനം എന്ന് പറയുന്നു. എക്സോതെർമിക് റിയാക്ഷൻ, തെർമോ എന്ന് പറയുമ്പോൾ താപം എന്നുള്ളത്, ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നു, ഹീറ്റ് പുറത്തേക്ക് വിടുന്നു, ലിബറേറ്റ് പുറത്തേക്ക് വിടുന്ന പ്രവർത്തനം, അതായത് ഹീറ്റ് പുറത്തേക്ക് വിടുന്ന പ്രവർത്തനത്തിനാണ് എന്തോന്ന് പറയുന്നത്, താപമോചക പ്രവർത്തനം അഥവാ എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇതില് റിയാക്റ്റൻസ് ഏതൊക്കെയാണ്, ഇത് രണ്ടുമാണ് റിയാക്റ്റൻസ്, ഇത് രണ്ടും റിയാക്റ്റൻസ് ഏതൊക്കെ, ക്വിക്ക് ലൈമും വാട്ടറും. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്ട്സ്, ഇത് പ്രോഡക്ട്സ് കിട്ടുന്ന വസ്തുക്കളാണ് എന്തോന്ന് പറയുന്നത്, പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റിയാക്റ്റൻസ് ഏതൊക്കെയാന്ന് പ്രോഡക്ട്സ് ഏതൊക്കെയെന്ന് മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് മനസ്സിലായല്ലോ. ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്ന പ്രവർത്തനമാണ് എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ എക്സോതെർമിക് റിയാക്ഷൻ എക്സാമ്പിൾ നമുക്ക് ഏതൊക്കെ പറയാം, മെഗ്നീഷ്യവും ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ചേരുമ്പോഴത്തേക്ക് ഹൈഡ്രജന് ഹീറ്റും ഉണ്ടാകുന്നത് ഒരു എക്സാമ്പിൾ പറയാം. രണ്ടാമത്തെ ഏത് പറയാം, ക്വിക്ക് ലൈം പ്ലസ് വാട്ടർ ഗീവ്സ് സ്ലാക്കഡ് ലൈം പ്ലസ് ഹീറ്റ്. ക്വിക്ക് ലൈം നീറ്റുകക്കയും ജലവും കൂടെ ചേരുമ്പോൾ ചുണ്ണാമ്പും താപവും ഉണ്ടാകുന്നു എന്നുള്ളത് രണ്ടാമത്തെ എക്സ്പെരിമെന്റ് ആയിട്ട് പറയാം. രണ്ടാമത്തെ എക്സാമ്പിൾ ആയിട്ട് രണ്ടെണ്ണം, ഈ രണ്ട് എക്സ്പെരിമെന്റും എക്സാമ്പിൾ ആയിട്ട് പറയാം. അടുത്ത് നോക്കാം, ലെറ്റ് us do another activity. വേറൊരു പ്രവർത്തനം നോക്കൂ. ടേക്ക് സം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇൻ എ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ഹീറ്റ് ഇറ്റ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുക്കുക, എന്നിട്ട് അതിനെ എന്തോന്ന് ചെയ്യുക, ഹീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഹോൾഡ് എ ബേണിംഗ് ഇൻസ്റ്റന്റ് സ്റ്റിക്ക് നിയർ ദ മൗത്ത് ഓഫ് ദിസ് ടെസ്റ്റ് ട്യൂബ്, വാട്ട് ഡു യു ഒബ്സർവ്. എന്നിട്ട് ആ ടെസ്റ്റ് ട്യൂബിന്റെ വായ്ഭാഗത്ത് ഇൻസ്റ്റന്റ് സ്റ്റിക്ക് എന്താണ്, ഒരു ചന്ദനത്തിരി കത്തിച്ച് ഒരു ചന്ദനത്തിരി കാണിക്കുക. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്, അത് ആളിക്കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വിച്ച് ഹാസ് ഗ്യാസ് ഹെൽപ്സ് ഫ്ലെയറിംഗ് ദ ഇൻസെൻസ് സ്റ്റിക്ക്. ഏത് ഗ്യാസ് ആയിരിക്കും ഇവിടെ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്, നമുക്കറിയാം കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്, ഓക്സിജൻ. ഏതാണ്, ഓക്സിജൻ ആണ് ആൻസർ. ക്യാൻ യു ഗസ്, ഓക്സിജൻ നമുക്കറിയാം കത്താൻ സഹായിക്കുന്ന വാതകമാണ്, ഹെൽപ്സ് ദ ഫ്ലെയറിംഗ്, ഓക്സിജൻ എന്ന് അറിയാം. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്, വേറൊരു ആക്ടിവിറ്റി. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസേഴ്സ് ആൻഡ് അതല്ല, അപ്പോൾ ഓക്സിജൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസേഴ്സ് ആൻഡ് പ്രൊഡ്യൂസ് ഓക്സിജൻ ഗ്യാസസ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിച്ച് ഓക്സിജൻ വാതകം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നത്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസസ് ചെയ്ത് എന്താണ് ഉണ്ടാകുന്നത്, ഓക്സിജൻ ഗ്യാസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. വിച്ച് ഫോം ഓഫ് എനർജി ഈസ് യൂസ്ഡ് ടു ഡീകമ്പോസസ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിക്കാൻ വേണ്ടിയിട്ട് ഏത് ഊർജ്ജമാണ് നമ്മൾ എന്താണ് ചെയ്തത്, ഊർജ്ജമാണ് ഉപയോഗിച്ചത്, ഹീറ്റ്. അവിടെ നമ്മൾ ചൂടല്ലേ കൊടുത്തത്, താപം കൊടുത്തപ്പോഴത്തേക്കല്ലേ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിച്ചത്. ഈ പ്രവർത്തനത്തിലെ ഒരു ഉൽപ്പന്നം ഓക്സിജൻ ആണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്ന് ഏതാണെന്ന്, ഒരു പ്രോഡക്റ്റ് ഓക്സിജൻ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ ആയ? അപ്പോൾ എന്താണ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് ചൂടാക്കിയപ്പോഴത്തേക്ക് ഒരു വാതകം പുറത്തേക്ക് വന്നു. അതേത് വാതകമായിരുന്നു, ഓക്സിജൻ ആയിരുന്നു. അപ്പൊ ചൂട് എന്തോന്നാണ് ചെയ്യുന്നത്, കൊടുത്തപ്പോഴത്തേക്കാണ് ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിച്ച് എന്തോന്നായി വന്നത്, ഓക്സിജൻ ആയിട്ട് മാറിയത്. ഓക്കെ, വേറൊരു എക്സ്പെരിമെന്റ് പറഞ്ഞിരിക്കുന്നത്. ടേക്ക് സം അമോണിയം ക്ലോറൈഡ് ഇൻ എ വാച്ച് ഗ്ലാസ്, ആഡ് സം ബേരിയം ഹൈഡ്രോക്സൈഡ് ഇൻ ടു ഇറ്റ് ആൻഡ് മിക്സ് വെൽ വിത്ത് എ ഗ്ലാസ് റോഡ്. ടച്ച് ദ ബോട്ടം ഓഫ് ദ
വാച്ച് ഗ്ലാസ്, അതായത് ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം അമോണിയം ക്ലോറൈഡ് എടുക്കുക, അതിലേക്ക് അല്പം ബേരിയം ഹൈഡ്രോക്സൈഡ്, എന്തൊക്കെയാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും, അമോണിയം ക്ലോറൈഡ് ആൻഡ് ബേരിയം ഹൈഡ്രോക്സൈഡ്. എന്നിട്ട് ഗ്ലാസ് റോഡ് ഉപയോഗിച്ച് നന്നായി ഇളക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് സംഭവിക്കും? എന്നിട്ട് അതിന്റെ അടിഭാഗം ടച്ച് ചെയ്ത് നോക്കാനാണ്. വാച്ച് ഗ്ലാസിന്റെ അടിഭാഗം തൊട്ട് നോക്കൂ, എന്താണ് അനുഭവപ്പെടുന്നത്? ഇവിടെ താപോർജ്ജം പുറത്തുവിടുകയാണോ ആഗിരണം ചെയ്യപ്പെടുകയാണോ ചെയ്യുന്നത്? അതിനൊരു തണുപ്പാണ് അനുഭവപ്പെടുന്നത്. അപ്പൊ എന്തോന്നാണ് ചെയ്യുന്നത്? ഇവിടെ താപം ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. താപത്തെ ആഗിരണം ചെയ്ത് ഈ അമോണിയം ക്ലോറൈഡ് അതിന്റെ താഴ്ഭാഗത്ത് നിന്നൊരു തണുപ്പായിരിക്കും അനുഭവപ്പെടുന്നത്. അപ്പൊ താപത്തെ ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. വാട്ട് ഡു യു ഫീൽ? എന്താണ്? ഒരു കൂളിംഗ് ആണ് അനുഭവപ്പെടുന്നത്. ഈ ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ്? എന്താണ് ചെയ്യുന്നത്? ഹീറ്റ് എനർജി അബ്സോർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. താപോർജ്ജം പുറത്തു വിടുകയാണോ ആഗിരണം ചെയ്യുകയാണോ ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത്? ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ heat energy is absorbed during a chemical reaction. It is known as endothermic reaction. രാസപ്രവർത്തനങ്ങളിൽ താപോർജ്ജം ആഗിരണം ചെയ്യപ്പെടുന്നെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ എന്തോന്ന് പറയുന്നു? താപാഗിരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നു. മനസ്സിലായ? അപ്പൊ എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നത്, എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് അബ്സോർവ് ചെയ്യുന്നത്. രാസപ്രവർത്തനങ്ങളിൽ താപോർജ്ജം ആഗിരണം ചെയ്യുന്നത് എൻഡോതെർമിക്, താപോർജ്ജം പുറത്തുവിടുന്നത് എക്സോതെർമിക്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത നോക്കാം എന്താണെന്ന്. റിയാക്ഷൻ ബിറ്റ്വീൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് ഗ്ലിസറിൻ, റിയാക്ഷൻ ബിറ്റ്വീൻ മെഗ്നീഷ്യം ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇതൊക്കെ എക്സോതെർമിക് റിയാക്ഷൻസിന് എക്സാമ്പിൾസ് ആണ്. താപമോചക പ്രവർത്തനത്തിന് ഏതൊക്കെ പറയാം? പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗ്ലിസറുമായുള്ള പ്രവർത്തനം, മെഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടുള്ള പ്രവർത്തനം. എൻഡോതെർമിക് റിയാക്ഷൻസിൽ ഏതൊക്കെ? ഡീകോമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, റിയാക്ഷൻ ബിറ്റ്വീൻ അമോണിയം ക്ലോറൈഡ് ആൻഡ് ബേരിയം ഹൈഡ്രോക്സൈഡ്. ഇതൊക്കെ നമ്മൾ ഈ ടെസ്റ്റിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ വിഘടന, അമോണിയം ക്ലോറൈഡ് ബേരിയം ഹൈഡ്രോക്സൈഡും തമ്മിലുള്ള പ്രവർത്തനം. രണ്ട് എക്സാമ്പിൾ വീതം എക്സോതെർമിക് റിയാക്ഷൻസിന്റെ എൻഡോതെർമിക് റിയാക്ഷന്റെ രണ്ട് എക്സാമ്പിൾസ് വീതം നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഇനി ഓരോന്ന് വീതം നിങ്ങളടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സോതെർമിക്കിനും എൻഡോതെർമിക്കിനും ഓരോ എക്സാമ്പിൾ കൂടെ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട്, അടുത്ത പേജ് തന്നിട്ടുണ്ട്. എക്സോതെർമിക് റിയാക്ഷൻസിന് വെൻ കാൽസ്യം ഓക്സൈഡ് ആൾസോ നോൺ ആസ് ക്വിക്ക് ലൈം റിയാക്ട്സ് വിത്ത് കാൽസ്യം ഓക്സൈഡും ക്വിക്ക് ലൈമും കൂടെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഹീറ്റും ഉണ്ടാകുന്നു. കാൽസ്യം ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് എന്തോന്നുണ്ടാകുന്നു? കാൽസ്യം ഹൈഡ്രോക്സൈഡും ഹീറ്റും ഉണ്ടാകുന്നു. അതായത് കൽക്കരി വെള്ളവുമായി ചേർന്നാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡും താപവും ഉണ്ടാകുന്നു. ഇത് എക്സോതെർമിക് റിയാക്ഷന് എക്സാമ്പിൾ ആണ്. ഇനി എൻഡോതെർമിക് റിയാക്ഷൻസിന് കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസസ് ഇൻറ്റു കാൽസ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ദിസ് പ്രോസസ് ഈസ് അബ്സോർബ്സ് ഹീറ്റ്. അതായത് കാൽസ്യം കാർബണേറ്റ് ചൂടാക്കിയാൽ അത് കാൽസ്യം ഓക്സൈഡായിട്ട് വിഘടിക്കുന്നു. ഇതിനെന്തോന്ന് വേണം? താപം ആവശ്യമുണ്ട്. ഇത് എൻഡോതെർമിക് റിയാക്ഷന് ഒരു ഉദാഹരണമാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ദ റിയാക്ഷൻ ഇൻ വിച്ച് ഹീറ്റ് എനർജി ഈസ് ലിബറേറ്റഡ് ഓർ അബ്സോർബ്ഡ് ആർ നോൺ ആസ് തെർമോകെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ തെർമോകെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, താപരാസപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? താപോർജ്ജം പുറത്തുവിടുന്നതോ ആഗിരണം ചെയ്യുന്നതോ ആയ രാസപ്രവർത്തനങ്ങൾക്കാണ് താപരാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ദ റിയാക്ഷൻസ് ഇൻ വിച്ച് ഹീറ്റ് എനർജി ഈസ് ലിബറേറ്റഡ് ഓർ അബ്സോർബ്ഡ് ആർ നോൺ ആസ് തെർമോകെമിക്കൽ റിയാക്ഷൻ. പഠിക്കാനുള്ളതാണ്. താപോർജ്ജം പുറത്തുവിടുന്നതോ ആഗിരണം ചെയ്യുന്നതോ ആയ രാസപ്രവർത്തനങ്ങൾക്ക് എന്തോന്ന് പറയുന്നു? താപരാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ ആയോ? നോക്കാം, അടുത്തത് നമുക്ക് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. പ്രകാശ രാസപ്രവർത്തനങ്ങൾ. നമ്മൾ നേരത്തെ ഹീറ്റിനെ കുറിച്ചാണ് പഠിച്ചത്. അടുത്ത് പ്രകാശത്തെ സംബന്ധിച്ചുള്ള കാര്യം നോക്കാം. ടേക്ക് സം സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഇൻ എ വാച്ച് ഗ്ലാസ് ആൻഡ് ആഡ് സോഡിയം ക്ലോറൈഡ്. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ എന്തോന്നാണ്? സോഡിയം ക്ലോറൈഡ്
ആഡ് ചെയ്യാൻ പറയാണ്. ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം സിൽവർ നൈട്രേറ്റ് ലായനി എടുത്ത് അതിലേക്ക് സോഡിയം ക്ലോറൈഡ് ലായനി ചേർക്കുക. സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? നമ്മുടെ ഉപ്പ്. ഡിപ്പ് 2 പീസസ് ഓഫ് കോട്ടൺ ഇൻ ദ പ്രോഡക്റ്റ് ഫോംഡ്. ഫോം ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ പ്രോഡക്റ്റ് ഉണ്ടാകുന്ന ഉൽപ്പന്നം 2 കഷ്ണം പഞ്ഞിയിൽ മുക്കി ഒന്ന് കറുത്ത കടലാസിൽ പൊതിഞ്ഞും മറ്റേത് തുറന്നും വയ്ക്കുക. രണ്ട് അത് ഏതൊക്കെ? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനും സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനും കൂടെ റിയാക്ട് ചെയ്ത് ഉണ്ടാകുന്ന പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് 2 പഞ്ഞിയിലായിട്ട് എടുത്തിട്ട് ഒന്ന് എന്തോന്നിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന 2 പഞ്ഞിയിൽ മുക്കി എടുത്തിട്ട് കറുത്ത കടലാസിൽ ഒന്ന് പൊതിയാൻ പറഞ്ഞു, മറ്റത് തുറന്നു വയ്ക്കാനും പറഞ്ഞു. അല്പസമയത്തിന് ശേഷം നിങ്ങളുടെ നിരീക്ഷണം രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കീപ് ദ മെസേഡ് ഫോർ സം ടൈം, റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ. എന്താണ് സംഭവിക്കുന്നത്? വിച്ച് ഫോം ഓഫ് എനർജി ഈ റെസ്പോൺസിബിൾ ഫോർ ദ കളർ ചേഞ്ച്. അപ്പൊ ഒന്ന് തുറന്ന് പ്രകാശത്തിലോട്ട് വച്ചിരിക്കുകയാണ്. അപ്പൊ എന്തോന്നാണ് ചെയ്യുന്നത്? ഏത് ഊർജ രൂപമാണ് നിറമാറ്റത്തിന് കാരണമാകുന്നത്? ഇത് കുറെ കഴിയുമ്പോഴത്തേക്ക് ഇത് ബ്ലാക്ക് കളറിലോട്ട് മാറും. എന്താണ് കാരണം? അത് ലൈറ്റ് എനർജി അബ്സോർവ് ചെയ്യുന്നത് കൊണ്ടാണ്. വിച്ച് ഓഫ് ദ എനർജി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കളർ ചേഞ്ച്. കളർ ചേഞ്ചിന് കാരണം എന്താണ്? ലൈറ്റ് എനർജിയാണ് കാരണം. ഏത് ഊർജ രൂപമാണ് നിറമാറ്റത്തിന് കാരണം? പ്രകാശോർജം. ദ റിയാക്ടൻസ് അതെന്താണെന്നുള്ളത് ഇതാ പറയുന്നുണ്ട് ഇവിടെ. ദ റിയാക്ടൻസ് സിൽവർ നൈട്രേറ്റ് ആൻഡ് സോഡിയം ക്ലോറൈഡ് റിയാക്ട്. നമ്മൾ ഈ എടുത്ത എക്സ്പെരിമെന്റില് റിയാക്ടൻസ് ഏതൊക്കെയാണ്? സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും തന്നല്ലോ. അത് രണ്ടുമല്ലേ പ്രവർത്തിക്കുമ്പോഴത്തേക്കല്ലേ ഒരു പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവയാണ് നമ്മൾ റിയാക്ടന്റ് എന്ന് പറഞ്ഞു. അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നമാണ് അത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന വസ്തുവാണ് പ്രോഡക്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പം സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും റിയാക്ട് ചെയ്ത് എന്തോന്നുണ്ടാകുന്നത്? സിൽവർ ക്ലോറൈഡ് ഉണ്ടാകുന്നു. സിൽവർ ക്ലോറൈഡ്. This silver chloride decomposes by absorbing light to form silver. അതിൽ എന്ത് സംഭവിക്കുന്നു? ഈ സിൽവർ ക്ലോറൈഡ് വിഘടിച്ച് ലൈറ്റ് എനർജി അബ്സോർവ് ചെയ്ത് വിഘടിച്ച് എന്തായി മാറുന്നു? സിൽവർ ആയിട്ട് മാറുന്നു. അത് രണ്ടായിട്ട് സിൽവർ ക്ലോറൈഡ് രണ്ടായിട്ട് മുറിയുന്നു. ഏതൊക്കെയായിട്ട് മാറുന്നു? സിൽവറും ക്ലോറിനും ആയിട്ട് മാറുന്നു. ദിസ് ഈസ് ദ റിയാക്ഷൻ ഫോർ ബ്ലാക്കനിങ് ഓഫ് കോട്ടൺ വിച്ച് ഈസ് കെപ്റ്റ് ഓപ്പൺ. ഇതാണ് ഈ ബ്ലാക്ക് കളറിന് കാരണമെന്ന് പറയുന്നത്. അതായത് ഇവിടെ അഭികാരങ്ങളായ സിൽവർ നൈട്രേറ്റും ഏതൊക്കെ? സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും തമ്മിൽ പ്രവർത്തിച്ച് സിൽവർ ക്ലോറൈഡ് ഉണ്ടാകുന്നു. ഈ സിൽവർ ക്ലോറൈഡ് എന്തോന്ന് സംഭവിക്കുന്നു? പ്രകാശം ആഗിരണം ചെയ്യുമ്പോഴത്തേക്ക് അത് വീണ്ടും വിഘടിച്ച് സിൽവറും ക്ലോറിനുമായിട്ട് മാറുന്നതായി ഇവിടെ ഉണ്ടാകുന്നത്. ഈ സിൽവറാണ് തുറന്നു വെച്ച പഞ്ഞി കറുത്തിരിക്കാനുള്ള കാരണം. അതെന്താണ്? ഈ കറുത്ത നിറത്തെ കാണുന്നത് എന്താണ്? സിൽവർ ആണ്. അത് പ്രകാശം അതുമായിട്ട് പ്രവർത്തിച്ചു വരുമ്പോഴത്തേക്കാണ് സിൽവർ ആയിട്ട് മാറുന്നത്. ഈ ഇക്വേഷൻ പഠിക്കണം. ഓക്കെ, മനസ്സിലായ? ഇതില് ഏതൊക്കെയാണ്? സിൽവർ ക്ലോറൈഡും സിൽവർ ക്ലോറൈഡായിട്ട് മാറുന്നത്. സിൽവർ ക്ലോറൈഡ് ആയിട്ടാണ് മാറുന്നത്. ഈ സിൽവർ ക്ലോറൈഡ് ആണ് പിന്നെ വീണ്ടും വിഘടിച്ച് എന്തോന്നായിട്ട് മാറുന്നത്? സിൽവറും ക്ലോറിനും ആയിട്ട് മാറുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നോക്കൂ, ഫോട്ടോസിന്തസിസ്. വിച്ച് റിയാക്ഷൻ ഈസ് റെപ്രസെന്റഡ് ബൈ ദ ഇലസ്ട്രേഷൻ. ഏത് റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നതെന്ന് നോക്കൂ. ഇതെന്താണ്? ഫോട്ടോസിന്തസിസ്. സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന ആ ഒരു പ്രക്രിയ. അതിലെന്താണ് ചെയ്യുന്നത്? ലൈറ്റ് എനർജി അബ്സോർവ് ചെയ്യാണ്. ഇതിൽ നോക്കുമ്പോൾ തന്നെ അറിയാം, സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തില് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അതിന്റെ ഫലമായിട്ട് എന്തോന്നൊക്കെയാണ് ഉണ്ടാകുന്നത്? ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ആർ ദ റിയാക്ടൻസ് ഹിയർ? ഇവിടെ ഏതൊക്കെയാണ് റിയാക്ടൻസ് വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. അത് ചേർന്നിട്ടല്ലേ ഏതിന്റെ സാന്നിധ്യത്തില്? പ്രകാശത്തിന്റെ സാന്നിധ്യത്തില്. പിന്നെന്തോന്നാണ് കിട്ടുന്ന പ്രോഡക്ട്സ്? എന്തൊക്കെയാണ്? ഗ്ലൂക്കോസും ഓക്സിജനും. ഗ്ലൂക്കോസും ഓക്സിജനുമാണ് കിട്ടുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഇവിടെ അഭികാരങ്ങൾ ഏതൊക്കെയാണ്? ജലവും കാർബൺ ഡൈ ഓക്സൈഡും. ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഗ്ലൂക്കോസും ഓക്സിജനും.
Okay, the glucose produced here is converted to starch and stored in different parts of the plant. അതെങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്ലൂക്കോസ് ആണ് അന്നജമായി മാറി സസ്യഭാഗങ്ങളിൽ ശേഖരിക്കപ്പെടുന്നത്. ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്? അന്നജമായി മാറുകയാണ് ചെയ്യുന്നത്. ഫോട്ടോസിന്തസിസ് ഈസ് ദ പ്രോസസ് ഓഫ് റെസ്പോൺസിബിൾ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഓൺ എർത്ത്. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് തന്നെ കാരണമാകുന്ന ഒരു പ്രവർത്തനമാണ് എന്തോന്ന് പറയുന്നത്? പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഫോം ഓഫ് എനർജി ഈസ് അബ്സോർബ്ഡ് ഇൻ ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസിൽ ഏത് എനർജിയാണ് അബ്സോർവ് ചെയ്യുന്നത്, ആഗിരണം ചെയ്യുന്നത്? ഏതാണ്? ലൈറ്റ് എനർജി. ഇൻ ഫോട്ടോസിന്തസിസ് ലൈറ്റ് എനർജി ഈസ് കൺവെർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. ഫോട്ടോസിന്തസിസിൽ ലൈറ്റ് എനർജി എന്തോ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്? കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഇൻ ഫോട്ടോസിന്തസിസ് ലൈറ്റ് എനർജി കൺവെർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. എന്താണ്? പ്രകാശ സംശ്ലേഷണത്തിൽ ഏത് ഊർജമാണ് ആഗിരണം ചെയ്യുന്നത്? പ്രകാശോർജം. ഏതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്? പ്രകാശോർജം. ഈ പ്രക്രിയയിൽ പ്രകാശോർജം എന്തായിട്ടാണ് മാറുന്നത്? രാസോർജമായിട്ട് മാറുന്നു. ഈ പ്രക്രിയയിൽ ഫോട്ടോസിന്തസിസിൽ പ്രകാശോർജം ഏതായിട്ട് മാറുകയാണ് ചെയ്യുന്നത്? രാസോർജമായിട്ട് മാറുന്നു. ലൈറ്റ് എനർജി കൺവെർട്ട് ചെയ്ത് കെമിക്കൽ എനർജി ആയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. അതായത് ലൈറ്റ് എനർജി അബ്സോർവ് ചെയ്തിട്ടാണ് ഇതിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നാം ഇപ്പോൾ പരിചയപ്പെട്ട രണ്ട് പ്രവർത്തനങ്ങളിലും പ്രകാശോർജമാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്. പ്രകാശം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. ഇതേണക്ക് ഇത്ര നമ്മൾ പഠിച്ച രണ്ടെണ്ണം പ്രകാശ ഊർജം ആഗിരണം ചെയ്യുന്നതാണ്. ഏതൊക്കെയാണ്? ഒന്ന് ഫോട്ടോസിന്തസിസ്, ഒന്ന് ഏതായിരുന്നു ആദ്യം പറഞ്ഞത് നമ്മള്? ഫോട്ടോസിന്തസിസും പിന്നെന്തോ പ്രകാശരാസ പ്രവർത്തനങ്ങൾ. ഏതൊക്കെ? സിൽവർ നൈട്രേറ്റ് ലായനി സോഡിയം ക്ലോറൈഡ് ലായനി ചേർക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നത് സിൽവർ, അതെന്ന് പറയുന്നത് പ്രകാശം ആഗിരണം ചെയ്യുന്ന പ്രവർത്തനമാണ്. പ്രകാശം അബ്സോർവ് ചെയ്യുന്ന പ്രവർത്തനമാണ്, പ്രകാശരാസ പ്രവർത്തനമാണ് അതെന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഫോട്ടോസിന്തസിസ്, പ്രകാശരാസ പ്രവർത്തനത്തിൽ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസിലെ ഒന്നാമത്തത് പ്രകാശോർജം അബ്സോർവ് ചെയ്യുന്ന രണ്ട് കാര്യമാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അടുത്ത് നോക്കാം എന്താണെന്നുള്ളത്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് പ്രകാശോർജം ലിബറേറ്റ് ചെയ്യുന്നത്, പ്രകാശം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന്. ലൈറ്റ് എനർജി അബ്സോർവ്ഡ് ആണ് നമ്മൾ പഠിച്ചത്. അടുത്ത് ലൈറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുന്നത് ഏതാണെന്ന്. മിന്നാമിനുങ്ങ് മിന്നുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ മിന്നാമിനുങ്ങ് മിന്നുന്നത് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? മിന്നാമിനുങ്ങിന്റെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ മിന്നി മിന്നി വെട്ടം കാണുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ഹൗ ഡു ഫയർഫ്ലൈസ് പ്രൊഡ്യൂസ് ലൈറ്റ്? എങ്ങനെയാണ് മിന്നാമിനുങ്ങ് പ്രകാശം പുറപ്പെടുവിക്കുന്നത്? എങ്ങനെയാണ്? ദ കെമിക്കൽ ലൂസിഫെറിൻ അബ്സോർവ്ഡ് അൾട്രാവയലറ്റ് റേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ എൻസൈം ലൂസിഫറസ് പ്രസന്റ് ഇൻ ദ ബോഡി ഓഫ് ഫയർഫ്ലൈസ് ആൻഡ് എമിറ്റ്സ് വിസിബിൾ ലൈറ്റ്. അതായത് മിന്നാമിനുങ്ങിന്റെ ശരീരത്തിലെ ലൂസിഫറസ് എന്ന എൻസൈം, ഏത് എൻസൈമാണ് മിന്നാമിനുങ്ങിന്റെ ശരീരത്തിലുള്ളത്? ലൂസിഫറസ് എന്ന എൻസൈം. ഏതാണ്? ലൂസിഫറസ് എന്ന എൻസൈം. അതിന്റെ സഹായത്തോടെ ലൂസിഫറൻ എന്ന രാസവസ്തു അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ദൃശ്യപ്രകാശം പുറത്തുവരുന്നു. അപ്പം ലൂസിഫറസ് എന്ന എൻസൈമിന്റെ സഹായത്തോടെ ലൂസിഫെറിൻ എന്ന രാസവസ്തു അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്തിട്ടാണ് ദൃശ്യപ്രകാശം പുറത്തേക്ക് വിടുന്നത്. ഫയർഫ്ലൈ ക്യാൻ കൺട്രോൾ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ എൻറ്ററിങ് ഇറ്റ്സ് ബോഡി ആൻഡ് ദെയർബൈ റെഗുലേറ്റ് ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് പ്രൊഡ്യൂസ്ഡ്. ഈ പ്രതിഭാസം എന്തോന്നറിയപ്പെടുന്നു? ജൈവദീപ്തി എന്നാണ് അറിയപ്പെടുന്നത്. എന്തോന്നാണ്? ബയോലൂമിനസ്. എന്തോന്നാണ്? മിന്നാമിനുങ്ങ് പ്രകാശിക്കുന്ന ആ പ്രവർത്തനം, അതിനാണ് എന്തോന്ന് പറയുന്നത്? ബയോലൂമിനസെൻസ് എന്ന് പറയുന്നത്. അത് പഠിക്കണം ഇതോട്ട് ഇതുവരെ, ബയോലൂമിനസസ് എന്ന് പറയുന്നത്. ശരീരത്തിൽ പ്രവേശിക്കുന്ന ഓക്സിജന്റെ അളവ് നിയന്ത്രിച്ച് പ്രകാശ തീവ്രത വ്യത്യാസപ്പെടുത്താൻ മിന്നാമിനുങ്ങിന് കഴിയും. ചിലയിനം കടൽ ജീവികളിലും പുഴുക്കളിലും ജൈവദീപ്തി എന്ന് പ്രദർശിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ മിന്നാമിനുങ്ങ് മാത്രമല്ല, ചില കടൽ ജീവികളിലും ചില പുഴുക്കളിലും ഒക്കെ ഇതുപോലത്തെ ബയോലൂമിനസൻസ് പ്രതിഭാസം ഉണ്ട്. ഓക്കെ,
അപ്പൊ എന്താണ് ബയോസെൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതിൽ 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഹൗ ഡു ഫയർഫ്ലൈസ് പ്രൊഡ്യൂസ് ലൈറ്റ്? ദ കെമിക്കൽ ലൂസിഫെറിൻ അബ്സോർബ്ഡ് അൾട്രാവയലറ്റ് റേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻസൈം ലൂസിഫറസ് പ്രസന്റ് ഇൻ ദ ബോഡി ഓഫ് ഫയർഫ്ലൈസ് ആൻഡ് എമിറ്റ്സ് വിസിബിൾ ലൈറ്റ്. ഈ പ്രതിഭാസത്തിനാണ് എന്തോന്ന് പറയുന്ന ബയോലൂമിനസെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയ? പഠിക്കണം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എന്താണ്? ഇൻ ദിസ് റിയാക്ഷൻ ലൈറ്റ് എനർജി ഈസ് ലിബറേറ്റഡ്. ഈ മിന്നാമിനിങ്ങിന്റെ ഈ ഒരു പ്രവർത്തനത്തിൽ ലൈറ്റ് എനർജി എന്തോന്നാണ് ചെയ്യുന്നത്? ലിബറേറ്റ് ചെയ്യാണ്, പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഫോട്ടോസിന്തസിസിൽ ലൈറ്റ് എനർജി അബ്സോർവ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതില് ലൈറ്റ് എനർജി ലിബറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ദ റിയാക്ഷൻ ഇൻ വിച്ച് ലൈറ്റ് എനർജി അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ് ആർ നോൺ ആസ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ലൈറ്റുമായി ബന്ധപ്പെട്ട്, അതായത് ഒന്നുകിൽ ലൈറ്റ് എനർജി അബ്സോർവ് ചെയ്യുകയോ അല്ലെങ്കിൽ ലൈറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ നമ്മൾ തെർമോ കെമിക്കൽ റിയാക്ഷൻ പറഞ്ഞപ്പോഴത്തേക്ക് താപത്തിനെ അബ്സോർവ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന പ്രവർത്തനം തെർമോ കെമിക്കൽ റിയാക്ഷൻ. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ലൈറ്റിനെ അബ്സോർവ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന പ്രവർത്തനം ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. മറ്റേ തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ അബ്സോർവ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന പ്രവർത്തനം തെർമോ കെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഇതിൽ 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സം മെഡിസിൻസ് ആർ കെപ്റ്റ് ഇൻ ബ്രൗൺ കളേർഡ് ബോട്ടിൽസ്. വാട്ട് കുഡ് ബി ദ റീസൺ? ചില മെഡിസിൻസ് ബ്രൗൺ കളേർഡ് ബോട്ടിൽസിലാണ് സൂക്ഷിക്കുന്നത്. എന്താണ് കാരണം? നമുക്ക് പറയാം. എന്താണ്? സം മെഡിസിൻസ് ആർ കെപ്റ്റ് ഇൻ ബ്രൗൺ കളേർഡ് ബോട്ടിൽസ് ബിക്കോസ് പ്രൊട്ടക്ട് ഫ്രം ലൈറ്റിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് കാരണം? അല്ലെങ്കിൽ വിച്ച് ക്യാൻ ഡീക്കേഡ് ഓർ ഇനാക്ടിവേറ്റ് ദ മെഡിസിൻ. ഒന്നുകിൽ അത് ചീത്തയാവുകയോ അല്ലെങ്കിൽ ഇനാക്ടിവേറ്റ് ചെയ്യുകയോ ചെയ്യും ലൈറ്റുമായിട്ട് പ്രവർത്തിക്കുമ്പോഴത്തേക്ക്. ഓക്കെ, ചില മരുന്നുകൾ തവിട്ട് നിറത്തിലുള്ള കുപ്പികളിൽ വയ്ക്കുന്നതിന് കാരണം അവയെ പ്രകാശത്തിൽ നിന്ന് സംരക്ഷിക്കാനാണ്, പ്രത്യേകിച്ച് അൾട്രാവയലറ്റ് രശ്മികളെ. ഇതെന്തോന്നാണ്? അതിന്റെ മരുന്നിന്റെ പ്രഭാവം കുറയുകയോ അതിനെ വിഷമാക്കുകയോ ഒക്കെ ചെയ്യും ചിലപ്പോൾ. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട്. സിൽവർ നൈട്രേറ്റ് ഈസ് നോട്ട് സ്റ്റോർഡ് ഇൻ ട്രാൻസ്പാരന്റ് ബോട്ടിൽസ്. ട്രാൻസ്പാരന്റ് ബോട്ടിൽസിൽ സിൽവർ നൈട്രേറ്റ് സൂക്ഷിക്കാറില്ല. എന്താണ് കാരണം? അതും ഇതുപോലെ തന്നെയാണ്. സിൽവർ നൈട്രേറ്റ് ഡീകമ്പോസസ് ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. സിൽവർ നൈട്രേറ്റ് പ്രകാശത്തിൽ വിഘടിക്കുന്നു. അതുകൊണ്ടാണ് സിൽവർ നൈട്രേറ്റ് നോട്ട് സ്റ്റോർഡ് ഇൻ ട്രാൻസ്പാരന്റ് ബോട്ടിൽ. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. എന്തൊക്കെയായിരുന്നു ആദ്യം പഠിച്ചത്? തെർമോ കെമിക്കൽ റിയാക്ഷൻസ്. അതിൽ 2 പഠിച്ചായിരുന്നു. ഏതൊക്കെ? കെമിക്കൽ ചേഞ്ചസ് ആൻഡ് എനർജി ചേഞ്ചസിനെ കുറിച്ചാണ് പഠിച്ചത്. എന്താണ് റിയാക്റ്റൻസ് എന്നും എന്താണ് പ്രോഡക്ട്സ് എന്നും പറഞ്ഞു. എന്താണ് ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെ റിയാക്റ്റൻസ് എന്നും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങളെ ഉൽപ്പന്നങ്ങളെന്നും പറയുന്നു. റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്റ്റൻസസ് ദാറ്റ് ടേക്ക് part in the chemical reactions are known as reactant and the substance formed are known as products. Okay, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് തെർമോ കെമിക്കൽ റിയാക്ഷൻസ് പഠിച്ചായിരുന്നു. അതിൽ എന്തോന്നാണ്? പ്രകാശത്തെ താപത്തെ ചൂട് അബ്സോർവ് ചെയ്യുന്നതും പിന്നെ ലിബറേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള 2 പ്രവർത്തനങ്ങൾ പഠിച്ചു. അതാണ് തെർമോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞായിരുന്നു. അത് നോക്കണം. മെഗ്നീഷ്യം ആൻഡ് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതിൽ exothermic reaction പഠിച്ചു. The heat is liberated as a result of chemical reaction. Such reactions are known as exothermic reaction. ഒരു രാസപ്രവർത്തനത്തിന്റെ ഫലമായി താപം പുറത്തുവിടുന്നത് പ്രവർത്തനത്തിന് താപമോചക പ്രവർത്തനം എന്ന് പറയുന്നു. അടുത്തിനി എന്തോന്നാണ്? തിരിച്ച് എൻഡോകെമിക്കൽ റിയാക്ഷൻസ്, എൻഡോതെർമിക് റിയാക്ഷൻസ്. അടുത്തെന്താണ്? എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഹീറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ ഇറ്റ് ഈസ് നോൺ ആസ് എൻഡോതെർമിക് റിയാക്ഷൻ. ഒരു രാസപ്രവർത്തനത്തിൽ താപോർജ്ജം ആഗിരണം ചെയ്യപ്പെടുന്നതിന് താപാകിരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. ഇതിന്റെ 2 എക്സാമ്പിൾസ് ഇതുണ്ട്, അത് നോക്കണം. അടുത്ത
അത് അപ്പുറത്ത് കൊടുത്തത് എന്തോന്നാണ്, എൻഡോതെർമിക് റിയാക്ഷൻസിന് എക്സോതെർമിക് റിയാക്ഷൻസിന്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. ബാക്കി എന്താണ് തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്, ദ റിയാക്ഷൻ ഇൻ വിച്ച് ഹീറ്റ് എനർജി ഈസ് ലിബറേറ്റഡ് ഓർ അബ്സോർബ്ഡ് ഈസ് നോൺ ആസ് തെർമോ കെമിക്കൽ റിയാക്ഷൻ. താപോർജം പുറപ്പെടുന്നതോ ആഗിരണം ചെയ്യുന്നതോ ആയ രാസപ്രവർത്തനങ്ങളെ എന്തോന്ന് പറയുന്നു, താപരാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ ആയ? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ, തെർമോ എന്ന് പറയുമ്പോൾ താപമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഫോട്ടോ എന്ന് പറയുമ്പോൾ ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്, പ്രകാശമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. അതിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന സംഭവം, ഫോട്ടോസിന്തസിസ് എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു, നോക്കി വെക്കുക. എന്തോന്നാണ്, ദ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ഹിയർ ദ കൺവേർട്ടഡ് ടു സ്റ്റാർച്ച് ആൻഡ് സ്റ്റോർഡ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് പ്ലാന്റ്. ഇതിലെ റിയാക്റ്റൻസും പ്രോഡക്ട്സും ഏതൊക്കെയാണെന്നും ഇത് ഫോട്ടോസിന്തസിസിന്റെ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. പിന്നെ അതിലെന്താണ്, ഫോട്ടോസിന്തസിസിൽ അത് ലൈറ്റ് എനർജി അബ്സോർവ് ചെയ്യുന്നതാണ്. അടുത്ത് ലൈറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുന്നത് ഏതിൻ്റെയാണ്, ഫയർഫ്ലൈസ് എങ്ങനെയാണ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കാര്യം പഠിക്കുക. എന്താണ് ബയോലൂമിനസെൻസ് എന്നുള്ളത്, അത് അതിൻ്റെ തന്നെ ആൻസർ ആണ്, അത് നോക്കി വെക്കുക. അപ്പൊ 2 കാര്യങ്ങളാണ് ഇതിൽ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസിൽ വരുന്നത്. എന്തൊക്കെയാണ്, the reactions in which light energy is absorbed or liberated are known as photochemical reaction. photochemical reactionsൽ ലൈറ്റ് എനർജി അബ്സോർവ് ചെയ്യുന്നതിനും ലൈറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുന്ന പ്രവർത്തനമാണ് ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. തെർമോകെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഹീറ്റ് എനർജി അബ്സോർവ് ചെയ്യുകയും ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് തെർമോകെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, പിന്നെ ഇതിൽ 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സം മെഡിസിൻസ് ആർ കെപ്റ്റ് ഇൻ ബ്രൗൺ കളേർഡ് ബോട്ടിൽസ്, വാട്ട് കുഡ് ബി ദ റീസൺ? എന്താണ് കാരണം? സം മെഡിസിൻസ് ആർ കെപ്റ്റ് ഇൻ ബ്രൗൺ ബിക്കോസ് എന്താണ്, പ്രൊട്ടക്റ്റ് ദം ഫ്രം ലൈറ്റിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രൗൺ കളറിലെ ബോട്ടിൽസിൽ മെഡിസിൻ സൂക്ഷിക്കുന്നത്. കാര്യം എന്താണ്, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, വിച്ച് ക്യാൻ ഡീക്കേഡ് ഓർ ഇനാക്റ്റീവ് വിത്ത് മെഡിസിൻ. അത്രയും മാത്രം പഠിച്ചാൽ മതി. സം മെഡിസിൻസ് ആർ കെപ്റ്റ് ഇൻ ബ്രൗൺ ബോട്ടിൽസ് ടു പ്രൊട്ടക്ട് ദം ഫ്രം ലൈറ്റ് which can decade or inactive the medicine. ചില മരുന്നുകൾ തവിട്ട് നിറത്തിലുള്ള ബ്രൗൺ കുപ്പികളിൽ വയ്ക്കുന്നതിന് കാരണം അവയെ പ്രകാശത്തിൽ നിന്ന് സംരക്ഷിക്കാനാണ്. മതി. അത് കഴിഞ്ഞിട്ട് പ്രകാശം ചില മരുന്നുകളിൽ രാസമാറ്റങ്ങൾ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് മരുന്നിന്റെ പ്രഭാവം കുറയുകയും വിഷമയമാക്കുകയും ചെയ്യും. ഓക്കെ, അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏതാണ്, സിൽവർ നൈട്രേറ്റ് ഈസ് നോട്ട് സ്റ്റോർ ഇൻ ട്രാൻസ്പാരന്റ് ബോട്ടിൽസ്. റീസൺ എന്താണ്, സിൽവർ നൈട്രേറ്റ് ഡീകമ്പോസസ് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. സിൽവർ നൈട്രേറ്റ് പ്രകാശത്തിൽ വിഘടിക്കും, അതുകൊണ്ടാണ് സിൽവർ നൈട്രേറ്റ് ട്രാൻസ്പാരന്റ് ബോട്ടിലിൽ സൂക്ഷിക്കാത്തത്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.